ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC, LGS, CPO തുടങ്ങിയ പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന കുറേ മാതൃകാ ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കുളച്ചൽ യുദ്ധം നടന്ന വർഷം. 1745, 1754, 1741, 1739. ഉത്തരം ഓപ്ഷൻ സി 1741. അടുത്ത ചോദ്യം, തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് ആര്? തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് ആര്? ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ. ഉത്തരം ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു, വെല്ലസ്ലി പ്രഭു, കഴ്സൺ പ്രഭു, ലിട്ടൺ പ്രഭു. ഉത്തരം ഓപ്ഷൻ എ ഡൽഹൌസി പ്രഭു. അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധം നടന്ന വർഷം. ഏത് വർഷമാണ് പ്ലാസി യുദ്ധം നടന്നത്? 1751, 1753, 1755, 1757. ഉത്തരം ഓപ്ഷൻ ഡി 1757. താഴെ തന്നിരിക്കുന്നവയിൽ വടക്കൻ സമതലത്തിൻ്റെ 3 മേഖലകളിൽ പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വടക്കൻ സമതലത്തിൻ്റെ 3 മേഖലകളിൽ പെടാത്തത് ഏത്? ടെറായ്, ഫംഗർ, ഫാബർ, എക്കൽ സമതലങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ഫാബർ. അടുത്ത ചോദ്യം, ഒരു സ്വകാര്യ സ്ഥാപനം ഔപചാരിക മേഖലയിൽ ഉൾപ്പെടണമെങ്കിൽ എത്ര സ്ഥിരം ജീവനക്കാർ ഉണ്ടായിരിക്കണം? ഒരു സ്വകാര്യ സ്ഥാപനം ഔപചാരിക മേഖലയിൽ ഉൾപ്പെടണമെങ്കിൽ എത്ര സ്ഥിരം ജീവനക്കാർ ഉണ്ടായിരിക്കണം? 5-ൽ കൂടുതൽ, 10-ൽ കൂടുതൽ, 20-ൽ കൂടുതൽ, 25-ൽ കൂടുതൽ. ഉത്തരം ഓപ്ഷൻ ബി 10-ൽ കൂടുതൽ. ഇന്ത്യയിലെ തോമസ് ആൽവ എഡിസൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ തോമസ് ആൽവ എഡിസൺ എന്നറിയപ്പെടുന്നത് ആര്? JC ബോസ്, S ചന്ദ്രശേഖരൻ, JD നായിഡു, രാജാ രാമണ്ണ. ഓപ്ഷൻ സി JD നായിഡു. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന താപവൈദ്യുത നിലയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന താപവൈദ്യുത നിലയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സിക്ക, മുദ്ര, ഉഗായ്, കോരാടി. ഉത്തരം ഓപ്ഷൻ ഡി കോരാടി. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഭേദഗതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഭേദഗതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 17, ഭാഗം 20, ഭാഗം 19, ഭാഗം 18. ഉത്തരം ഓപ്ഷൻ ബി ഭാഗം 20. അടുത്ത ചോദ്യം, 2024 50ാമത് G7 ഉച്ചകോടിയുടെ വേദി. 2024 50ാമത് G7 ഉച്ചകോടിയുടെ വേദി. ഇറ്റലി, ജപ്പാൻ, ഇംഗ്ലണ്ട്, ജർമ്മനി. ഉത്തരം ഓപ്ഷൻ എ ഇറ്റലി. ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് ഏത് രാജ്യത്താണ്? ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് ഏത് രാജ്യത്താണ്? ചൈന, റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക. ഉത്തരം ഓപ്ഷൻ ഡി അമേരിക്ക. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത്. പുല്ലമ്പാറ, ഒറ്റപ്പാലം, കുരിപ്പുഴ, കൊടുമൺ. ഉത്തരം ഓപ്ഷൻ എ പുല്ലമ്പാറ. 2024 ലോകസുന്ദരി പട്ടം ലഭിച്ചത് താഴെ പറയുന്നവരിൽ ആർക്കാണ്? 2024 ലോകസുന്ദരി പട്ടം ലഭിച്ചത് താഴെ പറയുന്നവരിൽ ആർക്കാണ്? സിനി ഷെട്ടി, ജൂലിയ മോർലി, ക്രിസ്റ്റീന പിസ്കോവ, ടോണി ആൻസിങ്. ഉത്തരം ഓപ്ഷൻ സി ക്രിസ്റ്റീന പിസ്കോവ. അടുത്ത ചോദ്യം,
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ നിരക്ക് 340 രൂപ, 346 രൂപ, 356 രൂപ, 360 രൂപ. ഉത്തരം ഓപ്ഷൻ ബി 346 രൂപ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? പോൾ സക്കറിയ, സേതു, കെ സച്ചിദാനന്ദൻ, അംബികാസുധൻ മങ്ങാട്. ഉത്തരം ഓപ്ഷൻ ഡി അംബികാസുധൻ മങ്ങാട്. താഴെ പറയുന്നവയിൽ ഏത് വർഷമാണ് കുറിച്യർ കലാപം നടന്നത്? താഴെ പറയുന്നവയിൽ കുറിച്യർ കലാപം നടന്ന വർഷം ഏത്? 1815, 1812, 1813, 1817. ഉത്തരം ഓപ്ഷൻ ബി 1812. അടുത്ത ചോദ്യം, നേപ്പാളിൽ നാരായണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്? നേപ്പാളിൽ നാരായണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. ലൂണി നദി, സിന്ധു നദി, ഗണ്ഡകി നദി, ബ്രഹ്മപുത്ര നദി. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഗണ്ഡകി നദിയാണ് നേപ്പാളിൽ നാരായണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളിൽ ഉൾപ്പെടാത്തത് ഏത്? ചുവടെ പറയുന്നവയിൽ അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളിൽ ഉൾപ്പെടാത്തത് ഏത്? തോൾവലയം, തലയോട്, മാറെല്ല്, നട്ടെല്ല്. ഉത്തരം ഓപ്ഷൻ എ തോൾവലയം. സർക്കാർ കണ്ടുകെട്ടിയ മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏത്? സർക്കാർ കണ്ടുകെട്ടിയ ആദ്യ മലയാള ദിനപത്രം. ജ്ഞാനനിക്ഷേപം, സന്ദിഷ്ടവാദി, കേരള സഞ്ചാരി, സ്വദേശാഭിമാനി. ഉത്തരം ഓപ്ഷൻ ബി സന്ദിഷ്ടവാദി. തടി കൊണ്ടുള്ള ലോകത്തെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം നിർമ്മിച്ച രാജ്യമേത്? തടി കൊണ്ടുള്ള ലോകത്തെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം നിർമ്മിച്ച രാജ്യം. ചൈന, ഇസ്രായേൽ, ദക്ഷിണാഫ്രിക്ക, ജപ്പാൻ. ഉത്തരം ഓപ്ഷൻ ഡി ജപ്പാൻ. ലോകത്ത് വായുമലിനീകരണം ഏറ്റവും കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ലോകത്ത് വായുമലിനീകരണം ഏറ്റവും കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 2, 3, 4, 1. ഉത്തരം ഓപ്ഷൻ ബി 3-ാം സ്ഥാനത്ത്. ബഹിരാകാശ ദൗത്യങ്ങൾക്കായി ഇന്ത്യ നിർമ്മിച്ച പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഏത്? ബഹിരാകാശ ദൗത്യങ്ങൾക്കായി ഇന്ത്യ നിർമ്മിച്ച പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം. പുഷ്പക്, മയൂര, ആകാശ്, മഹാമേരു. ഉത്തരം ഓപ്ഷൻ എ പുഷ്പക്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏത്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏത്? തന്മാത്ര, ആറ്റം, പ്രോട്ടോൺ, ക്വാർക്ക്. ഉത്തരം ഓപ്ഷൻ എ തന്മാത്ര. അടുത്ത ചോദ്യം, നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് ഭരണാധികാരി ആര്? നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് ഭരണാധികാരി ആര്? വാസ്കോഡ ഗാമ, അൽബുക്കർക്ക്, ലിൻഷോട്ടൻ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഉത്തരം ഓപ്ഷൻ ബി അൽബുക്കർക്ക്. അവസാനത്തെ ചോദ്യം, ഹൃദയഗീതങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഹൃദയഗീതങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ONV, ശ്രീകുമാരൻ തമ്പി, കടമ്മനിട്ട, വള്ളത്തോൾ. ഉത്തരം ഓപ്ഷൻ ബി ശ്രീകുമാരൻ തമ്പി. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.